മനസ്സിലോ ഫുള്ള് മങ്ങിയിട്ടുള്ളത് മൊത്തമായിട്ട് ഒരു മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഈ നഖം തട്ടിയിട്ടില്ല സ്ക്രാച്ച്, ഇങ്ങനെ ഒന്ന് നഖം തട്ടുന്ന സ്ക്രാച്ചിൽ അതങ്ങനെ കളയാൻ ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ടിറ്റോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിലൊക്കെ ഉണ്ടാകുന്ന മങ്ങൽ എങ്ങനെ മാറ്റാം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ പിടിച്ചിട്ടില്ല ഹെഡ്ലൈറ്റ് ഉണ്ടാവും. ചില വണ്ടിയിലൊക്കെ ഹെഡ്ലൈറ്റിന് കൊടുക്കുന്ന റേറ്റാണ്. അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെറിയ ചിലവിൽ ആ മങ്ങൽ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിയാണെങ്കിൽ ഈ സൈഡിൽ ഫുള്ളായിട്ട് മഞ്ഞ കയറിയിട്ടുണ്ട്. ഈ മങ്ങലുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് മങ്ങിയിട്ടുള്ളത് മൊത്തമായിട്ട് ഒരു മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടാവും. ശരിക്കും ഇതായി ഒരു ഏകദേശം ഈ കളർ തന്നെ കിട്ടും. ഇതാണ് ശരിക്കുള്ള കളർ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഇവിടെ മങ്ങിയിട്ടില്ല. ബാക്കി ഇങ്ങോട്ടൊക്കെ മങ്ങി ഇവിടെ എത്തുമ്പോൾ നല്ല മങ്ങലുണ്ട്. അതാണ് ഈ സാധനം. ഈ സാധനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് കുറച്ചും കൂടി കൂടുതലാണ്. ഈ റൈറ്റ് സൈഡ് വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കുറച്ചും കൂടി കൂടുതലാണ് ഈ വണ്ടിക്ക്. ഇതെങ്ങനെ നമുക്ക് ചെറിയ ചിലവിൽ മാറ്റാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 2000-ൻ്റെ ഒരു പേപ്പർ വേണം. ഇതാണ് 2000-ൻ്റെ പേപ്പർ. 2000-ൻ്റെ P2000 ഉണ്ടാവും ഈ പേപ്പറിൻ്റെ പുറത്ത്. അതുപോലെ തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ വാക്സ്പൂളിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ട്. ഇത് ഹൈക്കട്ടാണ്. നിങ്ങൾക്ക് ലോക്കട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലോക്കട്ട് ഉപയോഗിക്കാം, പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. പിന്നെ ഒരു സ്പോഞ്ചോ, ഒരു നല്ല തുണി, 2 നല്ല തുണി വേണം. ഒന്ന് ഉരക്കാനും ഒന്ന് വൃത്തിയാക്കാനും വേണ്ടി 2 നല്ല തുണി വേണം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ 2000-ൻ്റെ പേപ്പർ ഒന്ന് നനക്കാം. അതുപോലെ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് നനക്കാം. എന്നിട്ട് ഒന്ന് ഉരക്കാം. ഫുള്ളായിട്ട് ഒന്ന് ഉരച്ച് വൃത്തിയാക്കാം. കാണാൻ പറ്റൂല, ഇങ്ങനെ ഇളകി വരുന്നത് കളർ മാറ്റുള്ള വരുന്നതാണ്. ഇതൊക്കെ ഇളകി പോകും. അത്യാവശ്യം നല്ല വൃത്തി തന്നെ ആയിട്ട് വരും ഇത്. കണ്ടല്ലോ, നമുക്കിങ്ങനെ നല്ല വൃത്തിക്കൊന്ന് ഉരച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി മിക്സാക്കാം. വെള്ളം മിക്സാക്കാം, വരക്കാം. വെള്ളം മിക്സാക്കാം, വരക്കാം. ഈ 2000 എന്നുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും 1000 അല്ലെങ്കിൽ 1500 എടുക്കാൻ നിൽക്കരുത്. 2000 തന്നെയാണ്. കൂട്ടാനും കുറക്കാനും നിൽക്കരുത്, റിസ്ക്കാണ്. 2000 എന്നുള്ളത് 2000-ൻ്റെ പേപ്പർ തന്നെ വാങ്ങണം. ഇപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ നല്ല ക്ലിയറായി. ഒരു ബോട്ടിൽ വരക്കുമ്പം തന്നെ പിന്നെ മോൾ ഭാഗം ഒന്ന് നല്ല വൃത്തി കുറച്ച് വരക്കാണ്ട്. അപ്പോൾ നമ്മളിതാ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഉരച്ച് ഫുള്ളാക്കി കഴിഞ്ഞാൽ മഞ്ഞ കളറൊക്കെ ഏകദേശം പോയി ഫുള്ളായിട്ട്. ഇപ്പോൾ അതാ ഒരു ഏകദേശം 1 മിനിറ്റോളം വരക്കണം കേട്ടോ. 1 മിനിറ്റിന് മുകളിൽ വരക്കേണ്ടി വരും. ഇത് അത്ര ക്യാമറയിൽ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് മനസ്സിലാവില്ല, പക്ഷേ സാധനം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതെടുത്ത് തുറക്കണ്ട, ഒരു തുണിയെടുത്ത് തുടക്കാം. നല്ല വൃത്തിക്ക് തുടച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മങ്ങിക്കിടക്കും. ഒന്നും കൂടി വന്ന് നോക്കിയാൽ മതി. ഇങ്ങനൊരു കോലത്തിലാവും, കണ്ടല്ലോ, ഒരു വൃത്തിയില്ലാത്ത കോലത്തിലാവും. അതിന് ശേഷമാണ് നമ്മളെ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് റബ്ബിംഗ് കോമ്പൗണ്ട് കുറച്ചെടുക്കാം, ഇങ്ങനെ തേക്കാം. ഇപ്പോൾ എവിടെയൊക്കെ വരച്ചത് അവിടെയൊക്കെ കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് തേച്ചെടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഈ ഏരിയയിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ. ബോഡിമേൽ അത്ര ആക്കണ്ട. ഇന്ന് പറഞ്ഞാൽ ഹൈക്കട്ട് റബ്ബിംഗ് കോമ്പൗണ്ടാണ്. ബോഡിമേലിട്ട് വരച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷേ ക്ലിയർ കോട്ടിന് ബാധിക്കും. അതുകൊണ്ടാണ്. ഇനി അതൊന്ന് ഒരു 10-20 സെക്കൻഡ് അവിടെ വെച്ചതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണിയായിട്ട് എടുക്കാം. എന്നിട്ട് ഉരക്കാൻ തുടങ്ങണം. നല്ല വൃത്തിക്ക് ഇങ്ങനെ ഉരച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പോളിഷായി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നല്ല കൈവേദന ഉണ്ടാവും സത്യം പറഞ്ഞാൽ, എന്നാലും പ്രശ്നമില്ല, നമുക്ക് വരച്ചേ പറ്റും. സിറാജില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടല്ലേ? സത്യം. സിറാജ് ഇന്ന് അധ്വാനിക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത്, അതുകൊണ്ട് കിട്ടിയില്ല. എൻ്റെ സിറാജാണ് ഇത് ഒപ്പിച്ചു തന്നത്. 2000-ൻ്റെ പേപ്പർ ഇപ്പോൾ കിട്ടാനൊന്നുമില്ല. പക്ഷെ പെയിൻറ്ററെ കാലും കൈയും പിടിച്ച് ഒപ്പിച്ചു തന്ന പേപ്പറാണ്. അങ്ങനെ നമ്മളെ പണി തീർന്നിട്ടുണ്ട്. ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളിതാ ഈ മങ്ങൽ മൊത്തം പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഏരിയയിലുണ്ടായ മങ്ങലും ഇതൊക്കെ പോയി. ഇതാ
ഒന്ന് അടുത്ത് വന്ന് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ക്യാമറയിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് എനിക്കും പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ നേരിട്ട് കാണാൻ നല്ല വ്യത്യാസമാണിത്. കാരണം ഇതിൻ്റെ മുകളിലൊരു യെല്ലോ കളറായിരുന്നു. ഇത് നോക്കിയിട്ട് ഞാനാണെങ്കിൽ അപ്പുറം പോയി നോക്കാം. നമുക്ക് അപ്പുറത്തെ ഹെഡ്ലൈറ്റ് ഓൾറെഡി മങ്ങിയതായിരുന്നു. നമുക്ക് കാണിച്ചു തരാം. ഈ മോൾ ഭാഗമൊക്കെ ഉണ്ടല്ലോ മങ്ങി കിടപ്പാണ്. യെല്ലോ കളർ കണ്ടില്ലേ? ഇതേപോലെ തന്നെ അപ്പുറം ഉണ്ടായിരുന്നു, അതിപ്പം പോയി. ഈ യെല്ലോ കളർ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇതിങ്ങനെ ഇറങ്ങി ഈ ഹെഡ്ലൈറ്റിൻ്റെ പകുതിയോളം ചിലപ്പോൾ യെല്ലോ കളറാവും. അത് ആവശ്യമില്ല. അതിൻ്റെ മുമ്പ് നമ്മളിപ്പോൾ ഇത് ചെയ്ത് വൃത്തിയാക്കി. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടോ, ഇതിങ്ങനെ ആയി വരുന്നത്ര ഈ ഏരിയയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് അത് പോയി. കണ്ടോ, ഫുൾ ബ്ലാക്ക് നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡിലും വലിയ മാറ്റങ്ങളൊന്നും ചെയ്യാനില്ല. ചിലപ്പോൾ ഈ സൈഡ് 2 കൂട്ടം റബ്ബിംഗ് കോമ്പൗണ്ട് ഇടേണ്ടി വരും. അപ്പുറത്തെ സൈഡ് ഒരു സൈഡ് ഒരു ടൈം ഇട്ടിട്ടുള്ളൂ. ഒറ്റ ടൈം ഇട്ട് റബ്ബിംഗ് കോമ്പൗണ്ടിൽ ഇറക്കുമ്പോൾ തന്നെ വൃത്തിയായി. ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് വരച്ച് ഇപ്പം തന്നെ വൃത്തിയായിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു സൈഡ് കണ്ടില്ലേ? അവർ കളർ തന്നെ അങ്ങ് മാറിക്കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളമാക്കാൻ മറക്കരുത്. എന്ത് പറഞ്ഞാലും വെള്ളമില്ലെങ്കിൽ ഇത് ആവില്ല മീൻസ് ആവുന്നത് കറക്റ്റ് ആവില്ല. പിന്നെ ഇത് ഇന്നോവയിൽ പരീക്ഷിക്കാൻ ഞാൻ പറഞ്ഞതാണ്. ഇന്നോവൻ്റെ ഹെഡ്ലൈറ്റിനൊക്കെ 5 റുപ്യ അടുപ്പിച്ചിട്ട് വിലയുണ്ട്. 5000 സംതിങ് ആയിട്ടൊന്നും ഒറ്റ ഹെഡ്ലൈറ്റ് ലുമാക്സിൻ്റെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആണ്. സത്യം പറഞ്ഞാൽ 2 മാറ്റണമെങ്കിൽ 15,000 റുപ്യ 10,000 റുപ്യ വരുന്നത്. നല്ല എക്സ്പെൻസീവ് ആണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ എന്തായാലും പരീക്ഷിച്ചേ പറ്റൂ. അപ്പോൾ കാഴ്ച നമ്മൾ 2 ഹെഡ്ലൈറ്റും തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. എൻ്റെ സിറാജ് പോലും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങോട്ട് കൺക്ലൂഷൻ അല്ലെങ്കിലും കൂടാടാ പാടാ. അപ്പോൾ നമ്മളെ പണി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ട്രിക്കും കൂടി കാണിച്ചു തരാം. ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് വേറെ ട്രിക്ക് ഉണ്ട്. ഇങ്ങോട്ട് നമ്മൾ ഈ സ്ക്രാച്ചൊക്കെ കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒന്ന് കാണിച്ചു. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഈ നഖം തട്ടിയിട്ടില്ല സ്ക്രാച്ച്, ഇങ്ങനെ ഒന്ന് നഖം തട്ടുന്ന സ്ക്രാച്ചില്ല, അതങ്ങനെ കളയാതെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക. അതുപോലെ ഈ മോൾ ഭാഗത്ത് എവിടെ അതിന് അവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മളെ തുണി എടുക്കുക. ഇത് നൈസ് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് സാധനം ഫ്രഷ് പോലെ ഉണ്ടാവും. പക്ഷേ ഇത് കുറേ യൂസ് ചെയ്യാൻ പാടില്ല. അതും ഞാൻ ആദ്യം തന്നെ പറയാം. ഇത് ഫുൾ ബോഡിക്കൊന്നും യൂസ് ചെയ്യരുത്. ഇതൊക്കെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സാണ്. അത് അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. കണ്ടല്ലോ, ഇപ്പോൾ ഒന്ന് ഉള്ളിൽ കാണിച്ചെടുത്തേ നല്ല നീറ്റായിട്ടുണ്ടാവും. ഒറ്റ സ്ക്രാച്ച് പോലും ഇല്ല. ഫോക്കസ് ആയിട്ടില്ല. യെസ്, ഇതാ കണ്ടല്ലോ, നോക്കൂ, ഒറ്റ സ്ക്രാച്ച് പോലും അവിടെ ഇല്ല. അത്ര ക്ലീൻ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ 2 കണ്ടന്റ് ഒറ്റ വീഡിയോയിൽ കുത്തിക്കേറ്റിട്ടാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നമ്മളിത് സിമ്പിൾ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് പാറിയും പരതുണ്ട്. ചിലപ്പോൾ വണ്ടിയൊക്കെ ചെറുപ്പം തട്ടിക്കഴിഞ്ഞാൽ വെറുതെ മെക്കാനിക്കിന്റെ അടുത്തൊക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം. ചിലപ്പോൾ സിമ്പിളായി പോയിന്ന് വരും. അനുഭവം മുന്നൊരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു ടയർ ജസ്റ്റ് പറഞ്ഞേ മൊത്തത്തിൽ ആടെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് നോക്കിയതാണ്. മൊത്തം സെറ്റ് ആയിട്ടുണ്ടായി. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മളെ മറ്റേ പരിപാടി നിർത്തിയില്ലല്ലേ, ചെയ്യും. അതിന് നമുക്ക് കുറച്ചും കൂടി കിഡിലം പോലെ ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്യാൻ കാര്യമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ തന്നെ ഒരുപാട് നിർത്തിയിട്ടിട്ട് മറ്റേ ഓടിച്ചു നോക്കി എല്ലാം നോക്കണം എന്നുണ്ട്. അപ്പൊ നമുക്ക് ലോക്ക്ഡൌൺ തീരട്ടെ അല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ.